പ്രായമായ ചിലർ പറയുന്നത് കേൾക്കാം, നമ്മളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വാർദ്ധക്യം വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന്. ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നാം നേടിയെടുത്ത പലതും ജീവിതത്തിൽ യാതൊരു പ്രയോജനവും ഇല്ലാത്തതാണെന്ന് മനസ്സിലാകുന്നത്. ആ തിരിച്ചറിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഈയിടെയായിട്ട് നമ്മളുടെ കേരളത്തിലും അല്ലെങ്കിൽ മൊത്തത്തിൽ ഇന്ത്യയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് സൂയിസൈഡ് നടന്നിട്ടുണ്ട്, നിരക്ക് കൂടിയിട്ടുണ്ട്. അതിൽ തന്നെ കൂടുതലും വളരെ പ്രായം കുറഞ്ഞവരാണ് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത്. അതിൽ പ്രശസ്തരായ പലരുമുണ്ട്. നമ്മൾ ഈയിടെയാക്കിയിട്ട് പ്രശസ്തരായ കുറേ ആൾക്കാർ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മരിച്ചതൊക്കെ ആയിട്ട് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ സമ്പത്ത്, ആഡംബര ജീവിതം, പ്രശസ്തി എല്ലാം നേടിയിട്ടും തൻ്റെ ജീവിതത്തിന് യാതൊരു മൂല്യവുമില്ല എന്ന തോന്നലോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റയ്ക്കാണെന്ന ബോധ്യമോ ആകാം പലരെയും ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. ഒരാളുമായിട്ട് തൻ്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കപ്പെടുമ്പോൾ അവന് ജീവിതത്തിൽ ഒറ്റയ്ക്കല്ല എന്നൊരു ബോധ്യം ഉണ്ടാകുന്നു. എന്നാൽ എല്ലാം നേടിയിട്ടും തന്നെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ നമുക്കില്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെടൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അത് മാനസിക സംഘർഷത്തിനും ഡിപ്രഷൻ അഥവാ വിഷാദ രോഗത്തിലേക്കും നമ്മെ കൊണ്ടുപോകും. ഇനി സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ടെന്നും അത് എത്രത്തോളം പ്രയോജനപ്പെടുമെന്നും നമുക്ക് നോക്കാം. നമ്മളുടെ ഇടയിൽ തന്നെ ഒരുപാട് പേര് പറയുന്നത് കേൾക്കാം, എനിക്ക് കാറുണ്ട്, ഇന്ന മോഡൽ കാറാണ്, അല്ലെങ്കിൽ ഇത്ര വിലയുള്ള വാച്ച് എനിക്കുണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ഫോണുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കാം. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഒരു 2 lakhs ഒരു വാച്ച് കിട്ടിയാലും, വളരെ വില കുറഞ്ഞൊരു വാച്ച് കിട്ടിയാലും അതിൽ സെയിം ആയിട്ടുള്ള ടൈം തന്നെയാണല്ലേ അതിനകത്ത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഗേൾസൊക്കെ ഒരുപാട് രൂപയുടെ ഹാൻഡ് ബാഗ്സ് അല്ലെങ്കിൽ മണി പേഴ്സൊക്കെ വാങ്ങിക്കാറുണ്ടല്ലേ. അതിപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു 10,000-30,000 രൂപയുടെ ഒരു പേഴ്സോ അല്ലെങ്കിൽ ഒരു 300 രൂപയുടെ ഹാൻഡ് ബാഗോ പേഴ്സോ വാങ്ങിച്ചാലും അതിൽ സൂക്ഷിക്കുന്ന തുകയ്ക്ക് ഒരേ മൂല്യമാണല്ലേ ഉള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ താമസിക്കുന്ന വീട്. ചിലർ പൈസ ഉള്ളവർ ഇപ്പം വളരെ വില കൂടിയ അല്ലെങ്കിൽ ഒരുപാട് സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ വലുതായിട്ട് ഉണ്ടാക്കാറുണ്ടല്ലേ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇതുപോലൊരു വീടുണ്ടായിരുന്നെങ്കിലെന്ന് വിചാരിക്കാറുണ്ട്. എന്നാൽ എത്ര വലിയ വീടാണെങ്കിലും അതിൽ താമസിക്കുന്ന ആൾക്കാരുടെ മനോനില അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. പക്ഷേ ആ ഒരു വലിയ കോടിക്കണക്കിന് രൂപ മുടക്കി വീടുകളിൽ താമസിക്കുന്നതിനേക്കാട്ടിലും സന്തോഷത്തോടെ ഉറങ്ങുന്നത് ചിലപ്പോൾ ഒരു കൂലിപ്പണിക്കാരൻ്റെ ഒരു കുടിലായിരിക്കാം. അവിടെ അവർക്ക് സമാധാനമായി ഉറങ്ങാമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും, അതെന്താ വലിയ വീട് വയ്ക്കുന്നതോ വലിയ കാറ് വാങ്ങിക്കുന്നതോ അല്ലെങ്കിൽ വില കൂടിയ വാച്ചസ് ഉപയോഗിക്കുന്നതുകൊണ്ടോ ഒക്കെ നല്ല കാര്യമല്ലേ അല്ലേ? എന്തുകൊണ്ടാണ് അതൊക്കെ ഉപയോഗിച്ചത്? അതൊക്കെ ഒരു നേട്ടങ്ങളല്ലേ? ഇതൊക്കെ നേട്ടങ്ങളാണ്. പക്ഷേ അതിനും അപ്പുറം നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനും കാണാനും ഒക്കെ ഉണ്ട്. ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. നമ്മൾ ഇനി തൊട്ട് പഠിക്കാനും നമ്മളുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാനും കുറച്ച് കാര്യങ്ങൾ നമ്മളെന്നും ഓർത്തിരിക്കണം, അത് പാലിക്കുകയും ചെയ്യണം. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യമായിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. മിക്ക മാതാപിതാക്കളും പറയും, പഠിക്കണം, പഠിച്ച് വലിയ ജോലി നേടി ഒരുപാട് സമ്പാദിക്കണം, വളരെ വലിയ നിലകളിലെത്തണം എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാൻ പറയുകയാണ്, മക്കളെ സമ്പന്നരാകാൻ പഠിപ്പിക്കുന്നതിന് പകരം സന്തോഷത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കുക. അവർ വളർന്നു വരുമ്പോൾ വിലകളേക്കാൾ അവരുടെ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കും. മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹജീവികളോട് അനുകമ്പയും സ്നേഹവും ഉണ്ടാകാനൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. മുതിർന്നവരെ ബഹുമാനിക്കാൻ ഒക്കെ നമ്മൾ പഠിപ്പിക്കണം കുട്ടികളെ. അതിന് നമ്മൾ തന്നെ എഫേർട്ട് എടുക്കണം. നമ്മളുടെ കുട്ടിക്കാലത്തിൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മളുടെ വരും തലമുറയ്ക്ക് നമ്മളും പറഞ്ഞു കൊടുക്കണം. മിക്ക കുട്ടികൾക്കും സിമ്പതി എന്താണെന്നറിയാം അല്ലേ? പക്ഷേ എമ്പതി നമ്മുടെ ലൈഫിൽ വേണം. എമ്പതി എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്തുള്ളവരുടെ കുറേ പ്രശ്നങ്ങൾ
നമ്മളുടേതാണെന്ന് മനസ്സിലാക്കി അവരെ നമ്മളെ സഹായിക്കുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നതാണ് എംപതി എന്ന് പറയുന്നത്. അതായത് വേറൊരാളുടെ പ്രശ്നം എൻ്റെ പ്രശ്നമായിട്ട് മനസ്സിലാക്കി അതിന് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നതിനാണ് എംപതി എന്ന് പറയുന്നത്. അത് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും അവരെ മനസ്സിലാക്കുവാനൊക്കെ സാധിക്കത്തുള്ളൂ. അതുപോലെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ. അതായത് നമ്മുടെ ജീവിതത്തിൽ കുട്ടിക്കാലം മുതൽ നമ്മൾ ഒരുപാട് മുതിരുന്ന വരെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് നമ്മളുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ ആ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അസറ്റ്സാണ്. നമ്മളുടെ സന്തോഷത്തിൽ മാത്രമല്ല ദുഃഖത്തിലും നമ്മളുടെ കൂടെ ഉണ്ടാകുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെ ഒന്നോ രണ്ടോ ഫ്രണ്ട്സെങ്കിലും നമുക്ക് കാണും. അങ്ങനെയുള്ളവർ എത്രയൊക്കെ കാരണങ്ങളുണ്ടായാലും നമ്മൾ ഉപേക്ഷിച്ച് പോകത്തില്ല. The ones who love you will never leave you for another, because even if there are 100 reasons to give up, he or she will find one reason to hold on. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഈ കുട്ടികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. നമുക്കെല്ലാവർക്കും ഈ പറയുന്ന എനിക്കുൾപ്പെടെ ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്സ്, സ്വീറ്റ്സ് അങ്ങനെയുള്ളതൊക്കെ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെയാണല്ലേ ഇഷ്ടം. അത് നമ്മളുടെ ആയാലും കുഴപ്പമില്ല, നമുക്ക് ടേസ്റ്റുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കും. പക്ഷേ അതിലൊരുപാട് പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് പിന്നീട് നമ്മൾ വളരുമ്പോൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ഒരു വീഡിയോയിൽ നിന്നും ഞാൻ കണ്ട ഒരു കാര്യമാണ് ഭക്ഷണത്തെക്കുറിച്ച്. ദ ബെസ്റ്റ് അവോയ്ഡഡ് വേർഡ്സ് ഇൻ ലണ്ടൻ: ഈറ്റ് യുവർ ഫുഡ് ആസ് യുവർ മെഡിസിൻസ്, അതർവൈസ് യു ഹാവ് ടു ഈറ്റ് മെഡിസിൻ ആസ് യുവർ ഫുഡ്. മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഭക്ഷണത്തെ മരുന്നുകളായി കഴിക്കുക, ഇല്ലെങ്കിൽ മരുന്നുകൾ നിങ്ങൾക്ക് ഭക്ഷണമാക്കേണ്ടി വരും. ഇപ്പം നമ്മളുടെ വീടുകളിൽ തന്നെ പല പ്രായമായവരൊക്കെ ഒരു ദിവസം കഴിക്കുന്ന ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന മെഡിസിൻസൊക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മളായിരിക്കും വീട്ടിലെടുത്ത് കൊടുക്കുന്നതൊക്കെ അല്ലേ. അപ്പം നമ്മളുടെ ആഹാര രീതി അല്ലെങ്കിൽ നമ്മളുടെ ഡയറ്റും ഒക്കെ നമ്മൾ കുറച്ച് നല്ല രീതിയിലും മുന്നോട്ട് കൊണ്ടുപോവുക കേട്ടോ. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മനുഷ്യനായിരിക്കുന്നതും മനുഷ്യത്വമുള്ളവനായിരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലേ. നമ്മുടെ സഹജീവികളെ, അതായത് നമ്മളുടെ വീടിനടുത്ത് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാരെ സ്നേഹിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സഹജീവികളുടെ കൂട്ടത്തിൽ ആനിമൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ. അപ്പം നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ആനയെ അല്ലേ പൈനാപ്പിളിൻ്റെ അകത്ത് സ്ഫോടക വസ്തു നിറച്ചിട്ട് അത് പൊട്ടിത്തെറിച്ച്, അത് കഴിച്ചപ്പോൾ അത് പൊട്ടിത്തെറിച്ച് അത് മരിക്കാനായിട്ട് ഇടയുണ്ടായി. നമ്മുടെ ലോകത്ത് മനുഷ്യനല്ല ഏറ്റവും കൂടുതൽ അവകാശങ്ങളോ അല്ലെങ്കിൽ ആധിപത്യമൊക്കെ ഉള്ളത്. നമ്മളുടെ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ഒക്കെ അവകാശമുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ. അപ്പം നമ്മൾ സഹജീവികളെ സ്നേഹിച്ചാൽ മാത്രമേ നമ്മുടെ ഭൂമി നിലനിൽക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. ഇനി ബെസ്റ്റ് ഡോക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ലോകത്തിലെ ബെസ്റ്റ് ഡോക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സൺലൈറ്റ് അഥവാ സൂര്യപ്രകാശം. രണ്ടാമത്തെ ബെസ്റ്റ് ഡോക്ടർ വിശ്രമം അഥവാ റെസ്റ്റ്. മൂന്നാമത്തെ ഡോക്ടർ എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം. നാലാമത്തെ ഡോക്ടർ ബെസ്റ്റ് ഡോക്ടർ ഭക്ഷണക്രമം അഥവാ ഡയറ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അഞ്ചാമത്തെ ബെസ്റ്റ് ഡോക്ടർ സെൽഫ് കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസം. ഇനി ആറാമത്തെ ബെസ്റ്റ് ഡോക്ടർ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡോക്ടർ ഫ്രണ്ട്സ്. ആരോഗ്യപരമായ ജീവിതത്തിന് ഈ വൈദ്യന്മാരുടെ സേവനം ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും. ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന് ഓർക്കുക, ജീവിതത്തിൽ നാം നേടുന്ന ഒന്നും നാം മരിക്കുമ്പോൾ കൊണ്ടുപോകുന്നില്ല. ജീവിച്ചിരിക്കുമ്പോൾ വേണം നാം എല്ലാവരെയും സ്നേഹിക്കാൻ, അല്ലാതെ മരണശേഷം അവരെ സ്നേഹിക്കാൻ സാധിക്കില്ല. അവരുടെ മരണശേഷം കുറേ ആളുകളെ വിളിച്ച് ഒരു വലിയ സദ്യ കൊടുത്തിട്ടോ അവരുടെ മരണാനന്തര ചടങ്ങുകൾ വിപുലമായി നടത്തിയതുകൊണ്ടോ യാതൊരു പുണ്യം ലഭിക്കില്ല. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരോട് സ്നേഹത്തോടെ സംസാരിക്കുക, കുറച്ച് സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുക, അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പിന്നീട് അതൊന്നും സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് നമ്മൾ പശ്ചാത്തപിക്കേണ്ടി വരും. അപ്പോഴേക്കും നമ്മളുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ട് അകന്നു പോയിരിക്കും. മഹാനായ
അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതം അതിനൊരു ഉദാഹരണമാണ്. ലോകം മുഴുവനും വെട്ടിപ്പിടിച്ച അദ്ദേഹം മരണക്കിടക്കയിൽ തൻ്റെ സൈനികരോട് പറഞ്ഞു, എൻ്റെ മരണശേഷം എൻ്റെ ഒഴിഞ്ഞ കൈകൾ രണ്ടും ശവപ്പെട്ടിക്ക് പുറത്തേക്കിടണം. അതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത്, എന്തൊക്കെ നേടിയാലും മരണശേഷം നാം ഒന്നും കൊണ്ടുപോകുന്നില്ല, നമ്മുടെ ശരീരം പോലും. ലവ് ഈച്ച് അതർ, സപ്പോർട്ട് ഈച്ച് അതർ, സ്പെൻഡ് ടൈം വിത്ത് ഡിയർ വൺസ് ആൻഡ് ബി എംപത്തറ്റിക് ടുവാർഡ്സ് അവർ സൊസൈറ്റി.